ഇപ്പോഴും നമ്മൾ പല ആൾക്കാർക്കും ഒരു കരിയർ പോസിബിലിറ്റി ആയിട്ട് പലരും ചിന്തിക്കുന്നത് ഒരു ഗവൺമെൻറ് ജോലി, ഡോക്ടർ, എൻജിനീയർ, അങ്ങനെ ഒരു ടിപ്പിക്കൽ തിങ്കിങ് ആണ് ഇപ്പോഴും പല ആൾക്കാർക്കും ഉള്ളത്. ഈ ജോലികളൊന്നും മോശമാണെന്നല്ല ഞാൻ പറയുന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്ഷേ അടിസ്ഥാനമായിട്ട് നമ്മൾക്ക് നമ്മുടെ കേപ്പബിലിറ്റീസ് മനസ്സിലാക്കാനും പിന്നെ ചുറ്റുമുള്ള ലോകത്തിൻ്റെ പോസിബിലിറ്റീസ്, യാഥാർത്ഥ്യങ്ങൾ മനസ്സിലാക്കാനും ശേഷിയുണ്ടാകണം. പലപ്പോഴും അത് മനസ്സിലാക്കാൻ നമുക്ക് പറ്റാത്തത്, അല്ലെങ്കിൽ നമ്മൾ ലിമിറ്റഡ് ആകുന്നത് ഒരു സ്ട്രക്ചർ, അതായത് ഒരു സൊസൈറ്റി നമ്മളെ ഒരേ രീതിയിൽ ചിന്തിക്കാൻ ഷേപ്പ് ചെയ്യുന്നത് കൊണ്ടാണ്. അത് പല ഫാക്ടർ, സൊസൈറ്റി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മുടെ എഡ്യൂക്കേഷൻ സിസ്റ്റം, അല്ലെങ്കിൽ നമ്മുടെ പേരൻസ്, ചുറ്റുമുള്ള ആൾക്കാർ. ഇപ്പോൾ എഡ്യൂക്കേഷൻ സിസ്റ്റം തന്നെ എടുക്കാം. എഡ്യൂക്കേഷൻ സിസ്റ്റം ശരിക്കും ഇനീഷ്യലി ഫോംഡ് ആയിട്ടുള്ളത് ഇൻഡസ്ട്രിയൽ റെവല്യൂഷന് ശേഷം ആ ഇൻഡസ്ട്രിയൽ ഏജിൻ്റെ ഡിമാൻഡ് അനുസരിച്ച് എങ്ങനെ ഒരു ഫാക്ടറി വർക്കർ എങ്ങനെ വേണം, അതിൻ്റെ മോഡലിലാണ് നമ്മുടെ ഇനീഷ്യലി സ്കൂൾസൊക്കെ ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ഒരു ഫാക്ടറി വർക്കറുടെ എങ്ങനെയൊക്കെ ആയിരിക്കണം, ഓൺ ടൈമിൽ അവിടെ ചെല്ലണം, ഓൺ ടൈമിൽ എഫിഷ്യൻ്റായിട്ട് ജോലി ചെയ്യണം, ഒരു സൂപ്പർവൈസറോ മാനേജറോ കാണും, അയാൾ പറയുന്നതനുസരിച്ചുള്ള കാര്യങ്ങൾ എന്താണെന്ന് വെച്ചാൽ ചെയ്യണം. ഇതേ രീതിയിൽ ഇതേ സ്കിൽസ് അല്ലെ ഇങ്ങനെയുള്ള ഇതേ സ്കിൽസിന് വേണ്ടിയാണ് നമ്മുടെ സ്കൂൾ സിസ്റ്റം ഡെവലപ്പായിട്ട്. അതായത് ഒരു അറ്റൻഡൻസ് സിസ്റ്റം, ഓൺ 9 to 5, നമ്മുടെ ഒരു സൂപ്പർവൈസർ പോലെ ഒരു ടീച്ചറോ അങ്ങനെ ആരെങ്കിലും കാണും. ഒരു സിസ്റ്റമിക്കായിട്ട് ഇതേ രീതിയിൽ ഒരു സിസ്റ്റത്തിൽ ഷേപ്പ് ചെയ്ത് വേറൊരു സിസ്റ്റത്തിലേക്ക് വിടുക. ഇതാണ് ഈ തിങ്കിങ്ങിൻ്റെ അടിസ്ഥാനം ഇതാണ്. എന്നാൽ നമ്മളിപ്പോൾ ജീവിക്കുന്ന ലോകം ഒരു ഇൻഡസ്ട്രിയൽ ഏജ് അല്ല. നമ്മളിപ്പോൾ എസെൻഷ്യലി ജീവിക്കുന്നത് ഒരു ടെക്നോളജിക്കൽ സയൻറ്റിഫിക്കൽ വേൾഡാണ്. ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മളുടെ ലോകം ഇപ്പോൾ ഡ്രൈവ് ചെയ്യുന്നത് നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ടെക്നോളജീസാണ്. ആ ടെക്നോളജി ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നത് നമ്മുടെ സയൻറ്റിഫിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. സോ ഇൻ എസെൻസ് നമ്മുടെ സൊസൈറ്റി ഓൾ ഓവർ ദ വേൾഡ് ഡ്രൈവ് ചെയ്യുന്നത് നമ്മുടെ അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. നമ്മുടെ ഇപ്പോഴത്തെ ഈ സമയത്തുള്ള നമ്മുടെ ഉള്ള അണ്ടർസ്റ്റാൻഡിംഗ് ആണ് നമ്മുടെ ലിമിറ്റേഷൻ. ഓക്കെ, അപ്പോൾ ഇതൊരു അടിസ്ഥാനപരമായിട്ടുള്ള ഫാക്ടറാണ്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറഞ്ഞാലും, ഇപ്പം റോക്കറ്റ് ഒരു ടെക്നോളജി ആണെങ്കിൽ റോക്കറ്റ് ഡിപ്പെൻഡൻ്റ് ആയിരിക്കുന്ന ഒരു അടിസ്ഥാന ഫാക്ട് പറഞ്ഞാൽ ഗ്രാവിറ്റി. അപ്പോൾ ആ ടെക്നോളജി എപ്പോഴും എർത്തിൻ്റെ ഗ്രാവിറ്റിയിൽ ഡിപ്പെൻഡൻ്റ് ആയിരിക്കും. അത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പറ്റില്ല. അതൊരു ഫാക്റ്റ് ഓഫ് ദ വേൾഡാണ്. ഓക്കെ, ഇപ്പോൾ അതുപോലെ ഇപ്പം നമ്മളെപ്പറ്റി പറയുകയാണെങ്കിൽ നമുക്ക് ലോകത്തിലുള്ള എല്ലാവരെ പറ്റിയും പറയാൻ പറ്റുന്ന എന്തൊക്കെ അങ്ങനെ അടിസ്ഥാനപരമായിട്ടുള്ള ഫണ്ടമെൻ്റൽ ആയിട്ടുള്ള ഫാക്ട്സ് ഉണ്ട്. ഒബിയസ്ലി നമുക്ക് ജീവിക്കണമെങ്കിൽ നമുക്ക് ശ്വാസം എടുക്കാൻ പറ്റണം, ശ്വാസം വേണം, എയർ, ഓക്സിജൻ. സർവൈവ് ചെയ്യണമെങ്കിൽ ഫുഡ് വേണം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് കംഫർട്ടബിളായിട്ട് ജീവിക്കണേ മേ ബി ക്ലോത്ത്സ്, മേ ബി ഹൗസ്, അതൊക്കെ നമുക്ക് ഫണ്ടമെൻ്റലായിട്ട് പറയാവുന്ന കാര്യങ്ങളാണ്. ബാക്കിയെല്ലാം നിങ്ങൾ സ്വയം ഫിഗർ ഔട്ട് ചെയ്യേണ്ട കാര്യങ്ങളാണ്. യെസ്, ഇത് സൊസൈറ്റലായിട്ടുള്ള പല കാര്യങ്ങളും മോശമാണ് എന്നല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷെ നമ്മൾ ഇങ്ങനെ ഫണ്ടമെൻ്റലായിട്ട് ചിന്തിച്ചാൽ നമ്മളുടെ പോസിബിലിറ്റീസ് എൻലെസ് ആണ്. എന്നാൽ നമ്മൾ മിക്ക ആൾക്കാർ ഇങ്ങനെയല്ല ചിന്തിക്കുകയാണ്. നമ്മളൊരു സിസ്റ്റത്തിൽ വളർന്നു വരുന്ന വഴി നമ്മുടെ തിങ്കിങ് അങ്ങ് ലിമിറ്റഡ് ആകും. ഞാൻ ഇന്ന കാര്യങ്ങൾ ചെയ്യണം, ഇന്ന സിസ്റ്റത്തിൽ ചെയ്യും, ഞാൻ ഇന്ന ജോലി ചെയ്യണം, ഇന്ന രീതിയിൽ ചെയ്യാൻ നോക്കണം. അങ്ങനൊരു ലിമിറ്റഡായിട്ടുള്ള തിങ്കിങ് ആകും. അപ്പോൾ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് ഇതൊരു മെൻ്റൽ മോഡലാണ്. ഈ ഫസ്റ്റ് പ്രിൻസിപ്പിൾ തിങ്കിങ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണ്. പല കാര്യങ്ങൾ നിങ്ങൾ റിപ്പീറ്റഡായിട്ട് എന്തുകൊണ്ടെന്ന് ആലോചിച്ചാൽ മിക്ക ആൾക്കാരും പറയാം അതങ്ങനെയാണ്, നീ ഇങ്ങനെ ചെയ്യേ. പക്ഷേ ഒരു ഫണ്ടമെൻ്റലായിട്ടുള്ള പ്രിൻസിപ്പിൾ, ആർക്കും ഡിസഗ്രി ചെയ്യാൻ പറ്റാത്തൊരു ഫണ്ടമെൻ്റൽ പ്രിൻസിപ്പിളിൽ നിന്നാണ് നിങ്ങളുടെ ഡിസിഷൻസ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്.